നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പു പടയോട്ടം കഴിഞ്ഞു. പിന്നെ കുറേ നാൾ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു, എല്ലാം തിരിച്ചു വന്നു, എല്ലാം നോർമലായി എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് നമ്മുടെ ഗുരുവായൂരെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. അവരായിരുന്നു. അപ്പം സായിപ്പാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഈ സായിപ്പിന് അകത്ത് കയറാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ആ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് ജീവിക്കുന്നയാളാണ്. അദ്ദേഹം വന്നിട്ട് പുറത്ത് നിന്നിട്ടാണ്, പുറത്ത് ഇങ്ങനെ ഇതിങ്ങനെ ആ ചുറ്റമ്പലത്തിൻ്റെ ആ ചുറ്റുമതിലിൻ്റെ അത്രയും പൊക്കത്തിലുണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ടാണ് അകത്തുള്ള. അന്നേരത്തേക്കും കീഴ്ശാന്തിമാരൊക്കെ വന്നു, 13 കീഴ്ശാന്തി കുടുംബങ്ങളിൽ നിന്നുള്ള അവരൊക്കെ വന്നു. അങ്ങനെ ഒരു സമയത്ത് അന്നേരം അവിടെ വന്നിട്ട് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു 2:30 ആയപ്പോഴത്തേക്കും മേൽശാന്തിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് മേൽശാന്തി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഒരാൾ പറഞ്ഞു, അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അയ്യോ, ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് ഈ സമയത്തേ ഉറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ 2 മണിക്ക് പോണതാണ്. വിളിയും കഴിഞ്ഞിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ, പൂജാദികളിലൊക്കെ മുഴുകി കഴിഞ്ഞാൽ ഉച്ചപ്പൂജ കഴിഞ്ഞ് നടയടച്ചിട്ട് അദ്ദേഹം ഇറങ്ങുള്ളൂ. ആ സമയം വരെ അദ്ദേഹം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 4:30 ആകുമ്പോഴത്തേക്കും വീണ്ടും നട തുറക്കണം. പിന്നെ രാത്രി ഒരു സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സമയത്തെ ഒന്ന് കിടക്കാൻ സമയമുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയ്യോ, ഇത്ര കഠിനമാണോ ഇവിടുത്തെ മേൽശാന്തിയുടെ ജോലി എന്ന് പറഞ്ഞു. ഉടനെ എന്നിട്ട് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പം വന്ന് വിളിച്ചു. അന്നേരം ഉടനെ അദ്ദേഹത്തിൻ്റെ ശമ്പളമൊക്കെ കൂട്ടിക്കൊടുത്തു. കാരണം ഇത്ര കഠിനമാണ് അങ്ങയുടെ ജോലി എന്നൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ ഈ അകത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കാര്യമില്ല. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, കോന്തിമേനോൻ. അപ്പോൾ അദ്ദേഹത്തെ, ഈ കോന്തിമേനൊക്കെ ഇവിടെ ഭരിച്ചിരുന്നതാണ് കേട്ടോ, ഇതൊക്കെ നടന്നത് തന്നെയാണ്. ഈ കോന്തിമേനോനെ കാര്യക്കാരായിട്ട് നിയോഗിച്ചോടെ ഒരു നല്ല കർമ്മശേഷിയുള്ള നല്ല ഒരാളാണ് ഈ കോന്തിമേനോൻ. പക്ഷേ ഒരൊറ്റ കൊള്ളിൽ ഭയങ്കര ശിക്ഷ നടപടികളൊക്കെ കണിശക്കാരനാണ് ഏത് കാര്യത്തിലും. അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ പേടി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ അകത്ത്, കാരണം ഇദ്ദേഹം കാര്യങ്ങൾ, ചിലവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അകത്തെ ചിട്ടവട്ടങ്ങളൊക്കെ എന്ന് വെച്ചാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാലളന്ന് കഴിയുമ്പോൾ ആ പാല് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അത് വെള്ളം ഒഴിച്ചിട്ടാണോ ഉണ്ടാക്കണത്, അങ്ങനെയൊക്കെ നടക്കാമല്ലോ. കാരണം പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴും ഉണ്ട്, പണ്ടുമുണ്ട്. അതൊക്കെ അങ്ങനെ നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ആ ചിട്ടയായിട്ടുള്ള ഇതുള്ളത് കൊണ്ട് അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല. പണ്ടൊന്നുമില്ലല്ലോ ഇതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഭട്ടതിരിയെ നിയോഗിച്ചു. ഈ ഭട്ടതിരിയാണെങ്കിൽ ഇദ്ദേഹത്തിന് ചേർന്ന ആൾ തന്നെ വളരെ കണിശക്കാരനാണ്. എല്ലാ സസൂക്ഷ്മം വീക്ഷിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായി ഉടനെ തന്നെ കോന്തിമേനോനെ അറിയിക്കും. ഭയങ്കര ശിക്ഷയാണ് താനും, ഒന്നിനും ശിക്ഷയില്ലാതെയില്ല. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു നിയമം ഇദ്ദേഹം പറഞ്ഞു, കോന്തിമേനോൻ പറഞ്ഞു, ഇവിടുന്ന് ഒരു സാധനവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പകർച്ച കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഗുരുവായൂരൊക്കെ നമ്മൾ ചെന്നാൽ കാണാം, ഈ ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാ വീടുകളിലേക്കും പകർച്ചയുണ്ട് അവിടുന്ന് ഭക്ഷണം. അതുപോലെ ഈ പകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം കവർച്ചയാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായൊരു സംഭവമാണ് ഈ ഭട്ടതിരിക്ക് പറ്റിയൊരു അബദ്ധത്തിൻ്റെ കാര്യമാണ് ഇപ്പം പറയുന്നത്. അങ്ങനെ പോകുന്ന ആ കാലഘട്ടത്തിൽ അന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാതൽമാടത്തിൻ്റെ അവിടെയാണ് ഈ ബ്രാഹ്മണർക്ക് സദ്യയുണ്ട്. പിന്നെ പ്രദക്ഷിണ വഴിയുണ്ടല്ലോ, അല്ലാത്തവർക്ക് അവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം ഇന്ന് അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുവന്ന്, വയസ്സായവരെ കൊണ്ടുവന്ന് അവിടെ നടതള്ളും. അന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ ഇഷ്ടം പോലെ അവിടെയുണ്ട്. ഗുരുവായൂരപ്പനും കുട്ടികളെ വലിയ ഇഷ്ടമാണ്.
എന്നിട്ട് അവിടെ കളിച്ചുകൊണ്ടൊക്കെ എല്ലാവരും നടക്കും അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ മേൽശാന്തിക്കും ഇന്നത്തെ പോലെ തിരക്കൊന്നുമില്ലല്ലോ, മേൽശാന്തിക്കും ജോലി നേരത്തെ തീരും, ഭഗവാനും സമയം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ മേൽശാന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ അവിടെ മുറ്റത്ത് നിന്ന് പന്ത് കളിക്കുക. അന്നേരം മേൽശാന്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത് ഇങ്ങോട്ടൊക്കെ അടിച്ചു വരുമ്പോൾ ഉടനെ മേൽശാന്തി തിരുമേനി ആ പത്തൊന്ന് എടുത്ത് വരാൻ പറയും. അങ്ങനെ അവരുടെ കൂടെ ഈ അങ്ങനെ ഒരു ഇതായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അങ്ങനെ കഴിയുന്ന കാലത്താണ്. അപ്പോൾ ഈ കൊച്ചുങ്ങൾക്കുണ്ടല്ലോ, കൊച്ചുങ്ങൾ അവിടുത്തെ ഭക്ഷണം മാത്രം കഴിച്ചാൽ ജീവിക്കുന്നത് പലരും, അവർക്ക് വേറൊന്നുമില്ല. ഗുരുവായൂരപ്പൻ അപ്പോൾ ഇവരുടെ ഭക്ഷണം എങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് അദ്ദേഹം നോക്കും. ഒരു പഴമായിട്ടോ അല്ലെങ്കിൽ മറ്റേ ചോറായിട്ടോ നേദ്യമായിട്ടോ എങ്ങനെയെങ്കിലും ഈ പിള്ളേരെയൊക്കെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണെപ്പോഴും കുട്ടികളുടെ കാര്യത്തിലുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഇവർ എന്നാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടില്ല, അവിടെ ഈ ചെമ്പിൽ ഇത് കുന്നിക്കുരു ഉണ്ടല്ലോ, ഈ കുന്നിക്കുരുവിൻ്റെ അടിയിലൊരു സാധനം ഉണ്ട്, അതിനകത്തൊരു കടുകിടുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ശരിക്കും അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അടിയിലിങ്ങനെ മാന്തുമ്പോഴേ ഇത് വാരുമ്പോഴേ നമുക്ക് അതിൻ്റെ കടുക് കിടപ്പുണ്ട്. ഈ കടുക് വാദത്തിന് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് അതിലിടുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഈ കുട്ടികൾ എന്നെ ചെയ്തെന്നറിയോ, പലപ്പോഴും അത് ചെയ്യാറുണ്ട് അവർക്ക് വിശക്കുന്നുണ്ടോ ഒന്നുമില്ലെങ്കിൽ അവരെന്നറിയും പലരും കൊണ്ടുപോയി ഇതിൻ്റെ അടുത്തുകൊണ്ട് ഈ പൈസ ഇടും. ആൾക്കാർ ഭക്തർ ഈ കുന്നുക്കുരു വാരിയിട്ട് അതിൻ്റെ അകത്ത് പൈസ ഇടും. ഈ പിള്ളേരെന്നായെന്ന് വെച്ചാൽ പലപ്പോഴും അധികം പൈസയൊന്നും എടുക്കില്ല, ഒരു 10 കാശ്, അതിൽ കൂടുതലൊന്നും അവരെടുക്കില്ല, അതിൽ താഴെ കിട്ടുള്ളൂ ചിലപ്പോൾ, ഒത്തിരി പൈസയൊന്നും കാണില്ലല്ലോ. അതെടുത്തുകൊണ്ട് അവർ പഴം വാങ്ങിച്ച് തിന്നും. ഇതാണ് ഇവർ. ഒരു ദിവസം ഈ ഭട്ടതിരി കണ്ടു ഇത്, ഈ ഒരു കൊച്ചു പൈസ എടുക്കണുണ്ടോ അതിൽ നിന്ന്. ഉടനെ തന്നെ ഭട്ടതിരി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ചു. അപ്പം 10 പേരുണ്ട് ഇവർ, ഈ 10 പേരെയും വിളിച്ചു. അപ്പം മൂത്ത കുട്ടിക്ക് ഒരു 8 വയസ്സ്, എല്ലാം ആൺപിള്ളേരാണ്. മൂത്തവന് ഏറ്റവും ഇളയതിന് ഒരു 5 വയസ്സേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള പിള്ളേരാണ് ഇതൊക്കെ. ഉടനെ എന്നെ ചോദിച്ചു, മൂത്തവനോട് ഏറ്റവും പ്രായമുള്ളവനോട് ചോദിച്ചു പൈസ എടുത്തോന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു. അവസാനം ഇളയവൻ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, ഏറ്റവും ഇളയ കുട്ടി പറഞ്ഞു പൈസ എടുത്തു എന്ന് പറഞ്ഞു. അത് എന്തിനാ എടുത്തേ, മോഷ്ടിക്കാവോ അമ്പലത്തിലേന്ന് ചോദിച്ചു. അന്നേരം ഉടനെ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശന്നിട്ടാ, ഞങ്ങൾക്ക് ചിലപ്പോഴേ ഇവിടുന്ന് എല്ലാവർക്കും ഈ പ്രദക്ഷിണം ഇവിടെ ഇരുന്ന് എല്ലാവരും ഊണ് കഴിച്ചിട്ട് എല്ലാവർക്കും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുള്ളൂ. അപ്പം ഉണ്ടെങ്കിൽ ചിലപ്പം കിട്ടും. ഇപ്പം 3 ദിവസമായി ഞങ്ങൾക്കൊന്നും കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് വിശക്കുന്നത് കൊണ്ട് ഞങ്ങൾ എടുത്തതാണ്. എന്നിട്ട് അതെന്താ ചെയ്തേ, അവിടെ ഒരു കടയിൽ പോയി, അതിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോയി പഴം വാങ്ങിച്ചു. നീ പഴം വാങ്ങിച്ചാൽ ഒരു പഴം വെച്ച് എടുക്കാനില്ല ഇവർക്ക്, ഇവരെടുത്ത കാശും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് മുറിച്ചാണ് ഇവർ കഴിച്ചത്. ഈ 2 പേര് വെച്ച് ഓരോ വേണം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ടും ഇവർ കരയായി കൊച്ചുങ്ങൾ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ഭട്ടതിരിയുടെ മനസ്സലിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം കണിശക്കാരനാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവരെ കളവ് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ ഇനി? അത് പറ്റില്ല. അത് തന്നെയല്ല, കോന്തിമേനോൻ അറിഞ്ഞാൽ കോന്തിമേനോൻ എന്ത് വിചാരിക്കും, ഞാനിപ്പം നല്ല ശിക്ഷകനാണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം വിചാരിക്കല്ലേ, ഓ ഇയാളുടെയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങരുടെ മുൻപിലും നല്ലവനാണ്ടേ, അതുകൊണ്ട് എന്തായാലും പറഞ്ഞു നിങ്ങളെ ശിക്ഷിച്ചേ മതിയാവൂ. എന്നിട്ട് ശിക്ഷ വിധിച്ചു. എന്താ ശിക്ഷ എന്നറിയാവോ, കയ്യും കെട്ടിയിട്ട് 5 റൗണ്ട് പ്രദക്ഷിണം വയ്ക്കണം അമ്പലത്തിന്. അതിൽ കൂടെ 5 റൗണ്ട്. നമുക്ക് കൈയും വീശി ഓടിയാൽ നമുക്ക് ഓടാം, ഈ കൈ കെട്ടിയിട്ട് ഓടാൻ വലിയ വിഷമം. അത് അന്ന് അവിടെയൊക്കെ പൂഴിയാണ്, മണ്ണാ കിടക്കണം അവിടെയൊക്കെ. ആ പ്രദക്ഷിണ വഴി മാത്രമേ ഇച്ചിരി തെളിഞ്ഞൊക്കെ കിടപ്പുള്ളൂ, മറ്റം മുഴുവനും ഇതാ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഓടാനൊക്കെ വലിയ പാടാണ്. എന്നിട്ട് പറഞ്ഞു തിരിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഭഗവാനെ നമസ്കരിക്കുകയും വേണം ഈ 5 റൗണ്ട് പൂർത്തിയാക്കിയിട്ട്. അങ്ങനെ പറഞ്ഞു. അപ്പം അവിടെ നടയടച്ചിരിക്കുക പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ. അപ്പം നട തുറന്നിട്ട് നിങ്ങൾ ഓടി തുടങ്ങണമെന്നാണ് ഇദ്ദേഹം ഭട്ടതിരി. ഇവർ ഇങ്ങനെ വിഷമിച്ച് അവരെല്ലാവരും. ഇപ്പം ഡ്രസ്സൊന്നും ഇല്ല, അന്നൊരു കോണകം മാത്രമേ പിള്ളേരൊക്കെ ഉടുത്തിട്ടുള്ളൂ. അന്നത്തെ നമുക്കറിയാമല്ലോ, ചെറുപ്പത്തിലെയൊക്കെ പല കുട്ടികളുടെയും വേഷവിധാനം അത് തന്നെയായിരുന്നു. വീടുകളിലുമൊക്കെ പിള്ളേർ കോണകം കൊടുത്തുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ അവിടെ നിൽക്കുക, കോണകമൊക്കെ കൊടുത്ത് ഇങ്ങനെ അവന്മാർ 10 പേരും ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അവിടെ നിവേദ്യത്തിന് പട്ടിട്ടു. അതുവരെ ഒരു കുഴപ്പമില്ല, ഭഗവാൻ നല്ല സന്തുഷ്ടനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശിക്ഷ, അത് മേൽശാന്തിക്ക് അറിയാമല്ലോ ഇവിടെ പുറത്തെന്താ നടക്കണേന്ന്. അന്നേരത്തേക്ക് കൊണ്ട് നമ്മൾ കേൾക്കാറില്ലേ ഇദ്ദേഹത്തിൻ്റെ നരസിംഹത്തിൻ്റെ മുരളൽ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഒരൊറ്റ മുരളൽ അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക, ഞാൻ വന്നിട്ട് നടയടച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽശാന്തിക്ക് അറിയാം ആ ചൈതന്യം അവിടെ നിന്ന് പോകുന്ന കാര്യം. അപ്പോൾ ഈ പിള്ളേർ
അപ്പോഴത്തേക്കും നട തുറക്കാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭട്ടതിരിക്ക് ദേഷ്യമായി. അദ്ദേഹം പറഞ്ഞു അതിന് നട തുറക്കൊന്നും നോക്കണ്ട, എല്ലാവരും ഓടാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഓടി. അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് ഓടിക്കഴിഞ്ഞ് ഈ റൗണ്ട് ഓടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ കാണുന്നുണ്ട് ഈ 10 പേരിൽ ഓടാതെ ഉണ്ടല്ലോ ഒരു കുട്ടിയും കൂടെ ആ കൂടെ ഓടുന്നുണ്ട്. ഒരു കറുപ്പ് നേലയും കൂടെ ഒരു കളറുള്ള ഒരു കുട്ടി അവനും ഓടുന്നുണ്ട്. ഈ കുട്ടി വന്നതോട് കൂടിയിട്ടുണ്ടല്ലോ അതുവരെ കരഞ്ഞ് സങ്കടപ്പെട്ട് വിഷമിച്ച് ഓടിക്കൊണ്ടിരുന്ന പിള്ളേരുണ്ടല്ലോ ഭയങ്കര രസത്തിൽ ചിരിച്ച് ഉല്ലസിച്ച് ചാടിയ. കാരണം 2-3 സ്റ്റെപ്പ് ചാടിയൊക്കെ ഇവരൊക്കെ ഓടുന്നു. അപ്പോൾ ഇങ്ങനെ ഭട്ടതിരി അന്തിച്ചു പോയി, ഇതെന്നെ ഇവിടെ നടക്കണേ. 1, 2, 3, 4 ഈ റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ആർക്കും ഒരു കൂസലുമില്ല. അപ്പോൾ ഈ തിരുമേനി വിചാരിച്ചു എന്തിനാ ഭഗവാൻ ഇപ്പോൾ ഈ ഓടിപ്പോയത്. അപ്പോൾ ഈ പുറത്തുനിന്ന് എന്തോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എന്തായാലും ശരി അദ്ദേഹത്തിന് ഒന്ന് നോക്കിയേക്കാമെന്ന് അദ്ദേഹം. അപ്പോൾ ഈ കോന്തിമേനോനും ബാക്കി ഭക്തരും ഒക്കെ നട തുറന്നിട്ട് തൊഴാനായിട്ട് നിൽക്കുക. ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു ഭഗവാൻ പോയി പുറത്തേക്ക് എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം പുറകെ പോയി ചെന്നപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പം കണ്ടു ദേ കരിമാടിക്കുട്ടനെ ഉടനെ കണ്ടു അതിൽ. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ തിരുമേനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയില്ല, തിരുമേനിയും കൂടെ എങ്ങോട്ട് ഓടി. അപ്പം അന്നേരത്തേക്ക് അവിടെ വന്ന എല്ലാവരും ഭക്തർ മുഴുവനും അവിടെ എത്തി. കാരണം കോന്തിമേനോനും അവിടെ എത്തി. കാരണം നടക്കുന്നത് എന്താ, കാരണം 5 റൗണ്ടെന്ന് പറഞ്ഞാൽ 5 കഴിഞ്ഞിട്ടൊന്നും ഇവർ നിർത്തണില്ല. ഈ പിള്ളേർ സന്തോഷിച്ച് ഇവർ ഓടുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മേൽശാന്തി ഇറങ്ങി വന്ന മേൽശാന്തി ഇവരുടെ കൂടെ പോടി അങ്ങേരും ഓടാൻ തുടങ്ങി. അങ്ങനെ 5 റൗണ്ടും കൂടെ പിന്നെ ഓടി. അപ്പോഴത്തേക്കും ഇവരെ വേർക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരെയും. എന്നാലും ശരി, എന്നാലും അവരങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു മറിഞ്ഞാൽ ഓടുന്നു. അന്നേരത്തേക്ക് ഇവിടെ 10 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ഭഗവാൻ വിചാരിച്ചു അയ്യോ പാവം മേൽശാന്തി ഓടുന്നു, അദ്ദേഹത്തിന് വയസ്സായ ആളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഓടാൻ പറ്റുമോ, എന്നാൽ നിർത്തിയേക്കാമെന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ട് വേഗം അദ്ദേഹം. അപ്പം അന്ന് അവിടെ നിന്ന് എല്ലാ ആൾക്കാരും കണ്ടു, ഈ ഉണ്ണിയെ കണ്ടു, അകത്തേക്ക് കയറാൻ പോകുന്ന ഈ ഉണ്ണിയെ കണ്ടു. എന്നിട്ട് വേഗം അങ്ങോട്ട് കയറാൻ നേരത്തെ ഇങ്ങനെ 2 ചുവട് അകത്തേക്ക് വെച്ചിട്ട് എന്നാ തിരിഞ്ഞ് നിന്നിട്ട് എന്നാ പറഞ്ഞതെന്നറിയാം, അതേ ഇവിടെ കടുക് കക്കുന്നത് നോക്കാനായിട്ട് ആളുണ്ട്, ഇവിടെ ആനയെ മോഷ്ടിച്ചുകൊണ്ട് പോകണു, അതുവരെ ഇവിടെ നടക്കുന്നുണ്ട്, അത് വല്ലവരും കാണുന്നുണ്ടോ അറിയണുണ്ടോ, ഞാനെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എൻ്റെ ആനയുടെ ഏക്കം തരാതെ 20 മൈൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ കൊണ്ടിരുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കണത്, ഞാനത് മുഴുവനും എനിക്കറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇവിടെ ആരും ഭക്ഷണം കഴിക്കേണ്ട. അതുകൊണ്ട് എന്നും പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം. എത്ര കുട്ടികളുണ്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് തന്നെയല്ല, എനിക്ക് എൻ്റെ നിവേദ്യത്തിൽ നിന്ന് ഒരൈറ്റമെങ്കിലും ഒരു സാധനമെങ്കിലും ഇവർക്ക് കൊടുക്കുകയും വേണം ആ കൂടെ, അല്ല ചുമ്മാ ചോറ് കൊടുത്താൽ പോരാ. ഇതെല്ലാം കേട്ടോണ്ടേ ഇങ്ങനെ എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കുക. നമ്മുടെ കോന്തിമേനോന് നിൽപ്പുണ്ടല്ലോ, കോന്തിമേനോനോട് എന്നിട്ട് പറഞ്ഞേ കേൾക്കണുണ്ടോ കോന്തിമേനോനെ എന്ന് ചോദിച്ചു. നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കണതേ എൻ്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കാനാണ്, അല്ല നിങ്ങളുടെയൊക്കെ തോന്നിയാസം പ്രവർത്തിക്കാനല്ല എന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കോന്തിമേനോൻ അവിടെ വീണു, ബോധം കെട്ട് വീണു. ഇത് പറഞ്ഞിട്ട് ഉണ്ണി അകത്തേക്ക് കയറി പോകുകയും ചെയ്ത് മേൽശാന്തി അകത്തേക്ക് ഓടി. എന്നിട്ട് അതിനു മുമ്പ് തന്നെ പറഞ്ഞു, ഇദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, കാലേ കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയൊന്നും വേണ്ട ക്ഷമിക്കാനൊക്കെ, ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ വിഷമിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആരാ അധികാരം തന്നിരിക്കണേ എന്ന് ചോദിച്ചു. അത് തന്നെയല്ല, ഈ പ്രപഞ്ചത്തിൽ ഒരാളെ ശിക്ഷിക്കാനായിട്ട് വേറെ ആർക്കും അധികാരമില്ല എന്നും പറഞ്ഞു. എന്നിട്ടാണ് കയറിപ്പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോന്തിമേനോൻ അന്നേരം ആ കിടന്ന കിടപ്പിലൊരു സ്വപ്നം പോലെ കോന്തിമേനോൻ കാണുവാണേ, ഇദ്ദേഹം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വരിക, ചതുർബാഹുവായിട്ടാണല്ലോ അവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂർ, അങ്ങനെ വന്നു. എന്നിട്ട് പറയുക ഇദ്ദേഹത്തിനോട്, അറിയോ നിങ്ങൾക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ച് വേണം ഇവിടെ പ്രവർത്തിക്കാനായിട്ട്, അല്ല കുറേ നിയമം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതുപോലെ തോന്നിയാസമൊന്നും ഇവിടെ നടക്കില്ല എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ ഇരുന്ന് ആ ചമ്മട്ടി കൊണ്ട് തന്നെ അടിക്കല്ലേ എന്ന്, കാരണം പാർത്ഥസാരഥിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് അടിക്കല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അദ്ദേഹം അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോന്തിമേനോൻ എഴുന്നേറ്റു, ഭഗവാനകത്തേക്ക് പോയി അവിടെ ബാക്കി പൂജയുടെ ബാക്കി നമ്മുടെ
തിരുമേനി നോക്കി, മേൽശാന്തി നോക്കി, പിള്ളേരുടെ വഴിക്ക് പോയി, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. അന്ന് മുതൽ ഈ കോന്തിമേനോൻ പോകുന്നത് വരെ ഈ കുട്ടികൾക്ക് ഭഗവാന്റെ ആഗ്രഹമനുസരിച്ച് ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കാലക്രമത്തിൽ അതൊക്കെ മാറി, സകല കാര്യങ്ങളും മാറിയല്ലോ, ഭരണം മാറി, ബാക്കിയെല്ലാം മാറി. അങ്ങനെ ആ ഭഗവാന് ഭക്തരോടുള്ള ആ വാത്സല്യവും ആ സ്നേഹവുമൊക്കെ ഇത് പറഞ്ഞപ്പോഴുണ്ടല്ലോ, കുട്ടികളെ പറ്റി പറഞ്ഞപ്പോഴുണ്ടല്ലോ, ആ കണ്ണങ്ങനെ ചുമന്ന് അതിൻ്റെ സൈഡിൽ കണ്ണീരുണ്ടായിരുന്നെന്നാണ് മേൽശാന്തി പറയുന്നത്. ആ മേൽശാന്തിയും ഈ കോന്തിമേനോനും ഒക്കെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ വരെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അന്ന് ആ മേൽശാന്തി പറഞ്ഞിട്ടുണ്ട്, ആ ചുമന്ന കണ്ണങ്ങ് ചുമന്നായിരിക്കണേ, അതിൻ്റെ ആ സൈഡിൽ ആ കണ്ണുനീര് വന്നിരിപ്പുണ്ടെന്ന്. കാരണം ഈ കൊച്ചുങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ട് അവരെ വിഷമിപ്പിച്ചത് ഓർത്തിട്ട്, അവർക്ക് പട്ടിണിയായിട്ടൊന്നും കൊടുക്കാനും പറ്റിയില്ലല്ലോ, അതൊക്കെ ഓർത്തിട്ട്. അങ്ങനെ ഈ ഭക്തവത്സലനായ, എന്താ പറയണ്ടേ അല്ലേ, ഗുരുവായൂരപ്പനെ പറ്റി. ആ ഉണ്ണി എവിടെയും നമുക്ക് തുണയായിട്ടിരിക്കും. കാരണം നമ്മളാരും വിചാരിക്കേണ്ട ഗുരുവായൂർ പോയാലേ ഉണ്ണിയെ കാണുള്ളെന്ന്. ആരോ, എനിക്കറിയില്ല ആരാന്ന്, ഏതോ ഒരു ആചാര്യനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കേട്ടതാണ് ഇത്. കാരണം നിങ്ങൾ ഗുരുവായൂർ വരണമെന്നൊന്നുമില്ല, പക്ഷേ ഗുരുവായൂർ വന്നാൽ ഇവിടുത്തെ ആഘോഷം കാണാം. പക്ഷേ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ആ നാരായണനെ നിങ്ങൾക്ക് കൂടെ കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെയൊക്കെ മനസ്സിൽ, നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം എന്നുമെന്നും കാണാനും അദ്ദേഹത്തെ സ്വന്തമാക്കാനുമായിട്ട് സാധിക്കണേ. സ്വന്തമാക്കേണ്ട, അദ്ദേഹം നമ്മളുടെ സ്വന്തം തന്നെയാണ്, എല്ലാവരുടെയും സ്വന്തമാണ്. എൻ്റെ ഗുരുവായൂരപ്പ എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. നമ്മൾ പറയാറുണ്ട് അടുത്ത വീട്ടുകാരുടെ ഗുരുവായൂരപ്പ എന്ന്. എൻ്റെയാണ് ഗുരുവായൂരപ്പനും കൃഷ്ണനും നാരായണനും ഒക്കെ നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കിടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്ക ഭക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.